ഹലോ വെൽക്കം ടു ലേണിനോ. അപ്പോൾ നമ്മൾ അനലോഗ് സർക്യൂട്ട്സ് മാരത്തോണിന്റെ മൂന്നാമത്തെ വീഡിയോ സെഷൻ ആണ്. ഇതിൽ നമ്മളൊരു 10 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് each stage has a gain of 10 decibel and noise figure of 10 decibel, then the overall noise figure of two-stage cascade amplifier will be. Cascade amplifier പറഞ്ഞാൽ എന്താണ്? രണ്ട് ആംപ്ലിഫയറിന് നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം അല്ലെ? ആ കണക്ഷൻ നടക്കുന്നത് രണ്ടും നമ്മൾ കപ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ കാസ്കേഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ പറയുന്ന കാസ്കേഡ് ആംപ്ലിഫയർ അത് 2 സ്റ്റേജേ ഉള്ളൂ. അപ്പൊ 2 ആംപ്ലിഫയറേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഓവറോൾ നോയ്സ് ഫിഗർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഓരോ സ്റ്റേജിനും ഗെയിനും അതുപോലെ തന്നെ നോയ്സ് ഫിഗറും 10 ഡെസിബൽ വീതവും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നോയ്സ് ഫിഗറിന്റെ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അല്ല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇഫ് ഈച്ച് സ്റ്റേജ് ഹാസ് എ ഗെയിൻ ഓഫ് 10 ഡെസിബൽ പറയുമ്പോൾ ഗെയിൻ G1 എന്ന് പറയുന്നത് 10 ഡെസിബൽ കിട്ടിയിട്ടുണ്ട്. നോയ്സ് ഫിഗർ എന്ന് പറയുന്നത് F1 = F2 അതെന്താണ് 10 ഡെസിബൽ ആണ്. അപ്പൊ ഓവറോൾ നോയ്സ് ഫിഗറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F1 plus F2 minus 1 divided by G1. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം F1 ന്റെ വാല്യൂ എന്താണ് 10 ആണ്. പ്ലസ് എല്ലാം പിന്നെ 10 ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കൺഫ്യൂഷൻ അടിക്കാനില്ല. 10 plus 10 minus 1 divided by 10. 10 minus 1 എന്ന് പറയുന്നത് എന്താണ് 10 plus 9/10 ആണ്. 9/10 എന്ന് പറയുന്നത് 0.9 ആണ്. 10 plus 0.9 is equal to 10.9. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the positive feedback reduces instability, distortion, noise, bandwidth. നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്. ഫീഡ്ബാക്ക് പറഞ്ഞാൽ എന്താ? ഈ വരുന്ന ഔട്ട്പുട്ട് സിഗ്നലിന് വീണ്ടും അതിന്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഇൻപുട്ടിൽ കൊടുക്കുന്നതാണ് ഫീഡ്ബാക്ക്. അത് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക്, മറ്റേത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമുക്ക് കിട്ടുന്നത് അത് ഏത് രീതിയിലാണോ അത് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതിനനുസരിച്ചിട്ടാണ് ഈ രണ്ട് പേര് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുന്നത്? ഡിസ്റ്റോർഷൻ കുറയ്ക്കോ, നോയ്സ് കുറയ്ക്കോ, ബാൻഡ്വിഡ്ത്ത് കുറയ്ക്കോ, ഇൻസ്റ്റബിലിറ്റി കുറയ്ക്കോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ശരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ബാൻഡ്വിഡ്ത്ത് എന്ത് ചെയ്യാണ് ചെയ്യാവും? അത് ബാൻഡ്വിഡ്ത്ത് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇസ് യൂസ് ടു എന്തിനാണ്? ഗെയിൻ കൂട്ടം ആൻഡ് ഫേസ് മാർജിൻ. യൂസ് ടു ഇൻക്രീസ് ഗെയിൻ ആൻഡ് ഫേസ് മാർജിൻ ആണ് യൂസ് ചെയ്യാം. അതുകൊണ്ട് ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അവിടെ റെഡ്യൂസ് ആവാണ് ചെയ്യുക. അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ഓസിലേറ്റേഴ്സിലാണ്. അപ്പൊ അതിനൊരു ക്രൈറ്റീരിയ ഒക്കെ അത് ഫോളോ ചെയ്യണല്ലേ? ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാർഖൗസൻ ക്രൈറ്റീരിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ അവിടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതൊരു ഓസിലേറ്റർ ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ത് ചെയ്യും? ബാൻഡ്വിഡ്ത്തിനെ റെഡ്യൂസ് ചെയ്യും. The unity gain bandwidth of an inverting amplifier is 10 megahertz. What would be the bandwidth if the gain is increased to 10 volt by volt? അപ്പോൾ യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് ഓഫ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് 10 മെഗാഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ ബാൻഡ്വിഡ്ത്ത്? ഗെയിൻ എന്ന് പറയുന്നത് 10 V/V ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഗെയിൻ രണ്ടിന്റെയും ഗെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് gain 1 into bandwidth 1 is equal to gain 2 into bandwidth 2. അപ്പൊ ഇതിലേക്ക് വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക? നമ്മൾക്ക് ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ് തന്നിട്ട്, യൂണിറ്റി ഗെയിൻ ആണ്. അപ്പൊ 1 into 10 മെഗാഹെർട്സ് ആണ്. അപ്പൊ 10 into 10⁶ which is equal to 10 into bandwidth 2 ആണ് അല്ലെ? ബാൻഡ്വിഡ്ത്ത് 2 ആണ്. അപ്പൊ നമുക്ക് ഇത് ബാൻഡ്വിഡ്ത്ത് 2 എങ്ങനെ കാണാം? 10 ഉം 10 ഉം പോയി, ബാക്കി എന്താ ഉള്ളത്? അവിടെ 1 മെഗാഹെർട്സ് മാത്രമേ ഉള്ളൂ അല്ലെ? 1 into 10⁻⁻6 അല്ലേ? അപ്പൊ 1 മെഗാഹെർട്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാൻഡ്വിഡ്ത്ത് which is equal to 1 മെഗാഹെർട്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, with a negative feedback the system gain and stability respectively. അപ്പോ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എടുക്കുന്ന സമയത്ത് അവിടെ സിസ്റ്റത്തിന്റെ ഗെയിനും സ്റ്റെബിലിറ്റിയും എങ്ങനെയാണ്? കൂടോ കുറയോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എടുക്കുന്ന സമയത്ത് സിസ്റ്റത്തിന്റെ ഗെയിൻ അവിടെ കുറയുകയും ചെയ്യും, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അവിടെ കൂടുകയും ചെയ്യും. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഓവറോൾ ഗെയിൻ അത് റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാണ് ചെയ്യാം. ഇറ്റ് റെഡ്യൂസസ് സെൻസിറ്റിവിറ്റി, അതുപോലെ ഇൻപുട്ട് വേരിയേഷൻ ഒക്കെ അത് റെഡ്യൂസ് ചെയ്യും. ഡിസ്റ്റോർഷൻ, നോയ്സ് റിഡക്ഷൻ ഒക്കെ നമ്മൾക്ക് ഈ പറയുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഏതാ വരെ? അവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അവിടെ ഗെയിൻ കൂടുകയും ചെയ്യും, അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി അവിടെ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക.
ഓസിലേറ്റർ റിക്വയർസ് നമ്മൾ പറഞ്ഞു അല്ലെ, ഓസിലേറ്ററിന് എന്ത് ഫീഡ്ബാക്ക് വേണം, ഫീഡ്ബാക്ക് വേണ്ട, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നൊക്കെയാണ് പറയണത്. നമുക്ക് പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഓസിലേറ്ററിന് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഏത് ഫീഡ്ബാക്ക് ആണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അതിന്റെ ക്ലോസ് ലൂപ്പ് ഗെയിനിന്റെ ഇക്വേഷൻ എന്താണ്, ACL is equal to A by 1 minus A beta. അതിപ്പോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ താഴെ പ്ലസ് വരും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബാർക്കോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം പറഞ്ഞല്ലേ. അപ്പോൾ ഈ പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് A beta എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, അവിടെ 1 ആയിരിക്കണം. എന്നാൽ മാത്രമേ, അതേപോലെ തന്നെ അതിന്റെ അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ അതിന്റെ A beta വാല്യൂ ആംഗിൾ എന്ന് പറയുന്നത് 0-നും അതിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം, 0, 360 മൾട്ടിപ്പിൾസ് ആയിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്രൈറ്റീരിയാസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ അത് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ആവുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓസിലേറ്റർ യൂസസ് എ ടാപ്ഡ് കോയിൽ ഇൻ LC ട്യൂൺഡ് സർക്യൂട്ട്. ഒരു LC ട്യൂൺഡ് സർക്യൂട്ടിൽ ഏതിലാണ് ടാപ്ഡ് കോയിൽ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒന്നിൽ കപ്പാസിറ്റർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡക്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. കോൾപിറ്റ്സ് ഓസിലേറ്ററും ഹാർട്ട്ലി ഓസിലേറ്ററിലാണ് ഈ പറയുന്ന ടാപ്ഡ് കോയിലും സ്പ്ലിറ്റ് കപ്പാസിറ്ററും വരിക അല്ലെ. കോൾപിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് കപ്പാസിറ്റർ ആയിരിക്കും. അപ്പോൾ ഹാർട്ട്ലി എന്നോട് ആൻസർ വരിക. ടാപ്ഡ് കോയിൽ പറയുമ്പോൾ അതേതാണ്, ഓപ്ഷൻ A ആണ് വരും അല്ലെ. 2 കോയിലും അതുപോലെ ഒരു കപ്പാസിറ്റർ, ഇങ്ങനെയല്ലേ അതിന്റെ ചിത്രത്തിൽ വരാം. അപ്പൊ ഹാർട്ട്ലി ഓസിലേറ്റർ എന്ത് ചെയ്യും, ഒരു ടാപ്ഡ് കോയിൽ യൂസ് ചെയ്യും. ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുന്നത് റെഫർ ടു ആസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓസിലേറ്റർ. കാരണം ഇതിന്റെ കോയിൽ L എന്ന് പറയുന്നത് സെന്റർ ടാപ്ഡ് ആയതുകൊണ്ട് സെൽഫ് ഇൻഡക്റ്റൻസ് ഓസിലേറ്റർ. When L is doubled and C is half, the frequency of oscillation. L ഡബിൾ ചെയ്തു, C ഹാഫ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എങ്ങനെയാണ് അതിൽ വ്യത്യാസം വരിക എന്നാണ് ചോദ്യം. ഡബിൾ ചെയ്യുന്നു, ഹാഫ് ചെയ്യുന്നു, 1/4 ആണ്, അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പൊ അല്ല എന്താ വരിക, അപ്പൊ അതായത് ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഇൻഡക്ടർ എന്ന് പറയുന്നത് ഡബിൾ ചെയ്തു, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഹാഫ് ചെയ്തു അല്ലെ. നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F is equal to 1/2 root LC ആണ് അല്ലെ. അപ്പൊ ഒന്ന് ഡബിൾ ചെയ്തു, ഒന്ന് ഹാഫ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ 1/2 റൂട്ട് ആ 2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. C/2 2 ക്യാൻസൽ ചെയ്ത് വീണ്ടും പഴയ അതേ ഇക്വേഷൻ വരാം, which is equal to 1/2 root LC. അപ്പൊ വല്ല പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല, അവിടെ വീണ്ടും അതെന്താണ്, പഴയ ഇക്വേഷൻ തന്നെയാണ് വരിക. 1/2 pi root LC, 1/2 pi root LC ആണ് നമുക്ക് വരിക, L into C, 2 pi root LC ആണ് വരിക. അപ്പൊ ആൻസർ പഴയ ആൻസർ തന്നെ വരിക. അപ്പൊ അൺചേഞ്ച്ഡ് ആണ് വരിക. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വാർട്സ് ക്രിസ്റ്റൽ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ ബിക്കോസ് ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ, ഇറ്റ് ഹാസ് സുപ്പീരിയർ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻഎക്സ്പെൻസീവ്, ഇറ്റ് ഈസ് വെരി റബ്ഡ്. അപ്പോൾ ക്വാർട്സ് ക്രിസ്റ്റൽ എന്ന് പറയുന്നതാണ് പൊതുവെ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിലൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നാ ചോദിക്കണം. അപ്പോ അതെന്തുകൊണ്ടാണ്, അതിന് സുപ്പീരിയർ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ക്വാർട്സ് ക്രിസ്റ്റൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആണ് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു അതിന്റെ ലോ സീരീസ് റെസിസ്റ്റൻസ് RS, അതും അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആസ് എ റിസൾട്ട് അതുകൊണ്ട് ക്വാർട്സ് ക്രിസ്റ്റൽ എന്ത് ചെയ്യും, മേക്ക് ആൻ എക്സലന്റ് കോമൺ ചോയ്സ് ഫോർ യൂസ് ഇൻ ഓസിലേറ്റേഴ്സ്, എസ്പെഷ്യലി വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആണ്. ക്വാർട്സ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് മോസ്റ്റ്ലി യൂസിങ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, കാരണം അതിന്റെ സുപ്പീരിയർ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ട് തന്നെയാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. A Hartley oscillator is used for generating. ഒരു ഹാർട്ട്ലി ഓസിലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുക? വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേഷൻ, മൈക്രോവേവ് ഓസിലേഷൻ, ഓഡിയോ ഫ്രീക്വൻസി. പൊതുവെ നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ഓസിലേഷൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുന്നത് യൂസ് ഫോർ ജനറേറ്റിംഗ് റേഡിയോ ഫ്രീക്വൻസി ഓസിലേഷൻ കണ്ടോ, അത് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോ, ഇൻഡക്ടർ, ഒരു ഇൻഡക്ടർ, ഇതൊരു ഇൻഡക്ടർ, ഇതൊരു കപ്പാസിറ്റർ, അങ്ങനെയാണ് അത് വരിക. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ഹാർട്ട്ലി ഓസിലേറ്റർ ഇക്വേഷൻ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. F0 is equal to 1/2 pi root of C into L1 plus L2. കാരണം റൂട്ട് LC തന്നെയാണല്ലോ, ആ L ആണ് സ്പ്ലിറ്റ് ആവുന്നത്, അതുകൊണ്ടാണ് L-ന് പകരം L1 plus L2 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ F0 is equal to 1/2 pi root of C into L1 plus L2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ഒരു ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ ഒരു സിംഗിൾ RC നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസസ് എ ഫേസ് ചേഞ്ച് ഓഫ്, നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും 360 ഡിഗ്രി, 180 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി. 360 ഡിഗ്രി അല്ല, കാരണം ടോട്ടൽ 0യോ 2πയോ നമുക്ക് ഷിഫ്റ്റ് വേണമെന്നേ പറയാറുള്ളൂ അല്ലെ. 0 അല്ലെങ്കിൽ 360 ഡിഗ്രി വരണം, അല്ലെങ്കിൽ അതിന് മൾട്ടിപ്പിൾസ് വരണം.
അപ്പൊ 360 ഒന്നും അല്ല. അപ്പൊ ഇതിൽ ഓരോ നമുക്കറിയാം ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്ന സമയത്ത് അതിൽ 3 സർക്യൂട്ട് ഉണ്ട്, 3 നെറ്റ്വർക്ക് ഉണ്ട്, ആർ സി നെറ്റ്വർക്ക് ഉണ്ട്, ആർ സിന്റെ 3 നെറ്റ്വർക്ക് ഉണ്ട് അല്ലെ, 3 ഉള്ളത് ഉണ്ട്. അത് 3ഉം കൂടെ ചേർത്തിട്ട് ഒരു ആ ഫീഡ്ബാക്കിൽ വരുന്ന ആ നെറ്റ്വർക്കിൽ ഒരു 180 ഡിഗ്രിയും പിന്നെ ആംപ്ലിഫയറിൽ 180 ഡിഗ്രിയും കൂടെ ചേർത്തിട്ടാണ് ലാസ്റ്റ് ആ ഒരു ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ മൊത്തം ഒരു 360 ഡിഗ്രി നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിലെ ഈ ഓരോ നെറ്റ്വർക്കും, ഓരോ ആർ സി നെറ്റ്വർക്കും ശരിക്കും പറഞ്ഞാൽ 60 ഡിഗ്രി, ശരിക്കും പറഞ്ഞാൽ ഐഡിയലി ഒരു 90 ഡിഗ്രിയാണ് നമുക്ക് തരിക ഒരു ആർ സി നെറ്റ്വർക്കിൽ. പക്ഷെ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ അത്ര നമുക്ക് കിട്ടില്ല. അപ്പൊ അത് 60 ഡിഗ്രിയാണ് നോർമൽ വരിക. അത് കാണാതെ പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇവിടെ 90 തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐഡിയൽ എന്ന് ഒരു കണ്ടീഷൻ പറയാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും 60 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. സാധാരണ ആ ഓരോ ആർ സി നെറ്റ്വർക്കും 60 + 60 + 60 318 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആ നെറ്റ്വർക്ക് മാത്രമായിട്ട് കൊടുക്കുക. അപ്പൊ കൺസിഡർ ഒരു ആർ സി നെറ്റ്വർക്ക് എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് SRC / 1 SCR. അപ്പോ ആംഗിൾ ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് π/2 - tan ഇൻവേഴ്സ് ഒമേഗ ആർ സി ആണ്. ഇതൊക്കെ അതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇത് അറിഞ്ഞില്ലെങ്കിൽ ആ ആൻസർ കറക്റ്റ് പഠിച്ചാൽ മതിയെ. അപ്പൊ മാക്സിമം ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് π/2 ആണ് ഇഫ് ആർ സി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ അല്ലെ. ആർ സിന്റെ വാല്യൂ 0 കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? π/2 - tan ഇൻവേഴ്സ് ആർ സിയുടെ 0. tan ഇൻവേഴ്സ് 0 കൊടുക്കുന്ന സമയത്ത് അത് എന്താണ്? അത് 0 ആണ് വരിക. അപ്പോ ആംഗിൾ എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആവും, അത് ക്യാൻസൽ ആവും, ബാക്കി π/2 മാത്രമേ ഉള്ളൂ. 90 ഡിഗ്രി ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരേണ്ടത് 90 ഡിഗ്രി, പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം സർക്യൂട്ടിലുള്ള ആ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം പ്രാക്ടിക്കൽ കേസ് പറയുമ്പോൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു π/2നേക്കാളും കുറച്ച് കുറവായിട്ടായിരിക്കും കിട്ടുക. ടിപ്പിക്കലി അതൊരു 60 ഡിഗ്രി റേഞ്ചിലാണ് അത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സെഷൻ ഉള്ളത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.